പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിന്റെ വിജയരഹസ്യം എന്താണെന്ന് ചോദിച്ചിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഇതിനൊക്കെ ഫണ്ട് വേണ്ടേ? ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടണേന്നുള്ളത് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതൊരു കോമൺ ആയിട്ടുള്ള ഒരു സംശയമാണ്. ശരിയാണ്, ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. വിഷ്ണുമായ സ്വാമിയുടെയും ചാത്തന്മാരുടെയും അനുഗ്രഹം കൊണ്ട് എനിക്ക് അതിൽ കൂടെ ഒരുപാട് വരുമാനങ്ങൾ കിട്ടുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ എൻ്റെ ബിസിനസ്സിലുള്ള വരുമാനത്തിനോടൊപ്പം തന്നെ ഇന്ന് പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഓൺലൈനായിട്ട് എന്നെ കണ്ടുകൊണ്ട് എന്നെ വിളിച്ച് സംസാരിക്കുന്നതായിട്ടുള്ള വിദേശത്തുള്ള, അതായത് ഔട്ട് ഓഫ് കൺട്രി എന്ന് പറയുന്നത് ഞാൻ അഭിമാനത്തോട് പറയും, UK US എന്നൊക്കെ പറയുന്ന സ്ഥലത്തുള്ള മലയാളികൾ തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്. അവരെന്നെ വരുമ്പോൾ നേരിട്ട് വന്ന് കാണുന്നതും ചെയ്യുന്നതും. സോഷ്യൽ മീഡിയയുടെ പവറാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നെ എല്ലാവർക്കും അറിയാം, എന്നെ എല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ട്, എന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. വന്നിട്ട് ഞാൻ അവരോട് പറയുന്ന കാര്യം, നിങ്ങൾ ഇന്ന വഴിപാടുകൾ ചെയ്തോളൂ എന്ന് ഞാൻ പറയാറുണ്ട്. അത് 21 ദിവസത്തെ 41 ദിവസത്തെ പൂജയുടെ കാര്യം പറയാറുണ്ട്, അതിനുള്ള ചെലവാണെന്നും പറയാറുണ്ട്. പക്ഷെ ഞാൻ അവരോട് പ്രത്യേകം പറയും, നിങ്ങളുടെ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ സ്വാമിക്ക് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യണം കേട്ടോ എന്ന് പറയും. അതിനുവേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് അവർ പറഞ്ഞ കാര്യത്തെ രഹസ്യമായി സൂക്ഷിക്കുകയും അതിനെ അടക്കം വെക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഞാൻ ചെയ്യാറുണ്ട്. സ്വാമിയോട് അവര് രഹസ്യം പറഞ്ഞു കൊടുക്കാം. ആ കാര്യം അവര് നടന്നു കഴിഞ്ഞാൽ സ്വാമിയോട് പറഞ്ഞാൽ മതി ഇന്ന കാര്യം ചെയ്യാന്നുള്ളത്. അത് സത്യം പറഞ്ഞാൽ ഇന്ന് ഒരുപാട് പേരുടെ കാര്യം നടക്കാണ്. എനിക്ക് പോലും അറിയില്ല എങ്ങനെയാണ് ഇത് ആൾക്കാരെ കാര്യങ്ങൾ നടക്കണേന്നുള്ളത്. സ്വാമീനെ പ്രാർത്ഥിക്കുന്നു, പൂജകൾ ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ അവരാഗ്രഹിക്കുന്ന പോലെ നടക്കുന്നത് എന്ത് മായയാണെന്ന് പോലും എനിക്കറിയില്ല. അത് നടക്കുന്നു. പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിലേക്ക് വന്ന് സ്വാമിയുടെ അടുത്ത് രഹസ്യമായിട്ട് അവരടക്കം വെച്ച് ചെയ്യുന്ന ഒരു കാര്യത്തിലൂടെ അവർക്കൊരു വിജയം കിട്ടുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഭയങ്കരമായ ഒരു എക്സൈറ്റ്മെന്റിലാണ്. എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അവരെനിക്ക് ലക്ഷക്കണക്കിന് രൂപ തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലരുടെയും കാര്യങ്ങൾ നടക്കുന്നു. അവരെനിക്ക് അതിനുള്ള കാര്യങ്ങൾ മുടങ്ങാതെ അവരെന്താണോ പറഞ്ഞ അതിനും കൂടുതലാണ് അവർ ചെയ്യുന്നത്. പലർക്കും ജീവിതത്തിൽ അനുഭവങ്ങൾ, കുട്ടികളില്ലാത്ത ആൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നു, ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നു, അവര് കല്യാണം ആഗ്രഹിക്കുന്ന ആൾക്കാർ കല്യാണം നടക്കുന്നു. എന്താ പറയാൻ പറ്റില്ല, അവർ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ജോബ് കിട്ടുന്നു, അവര് ആഗ്രഹിക്കുന്ന പോലെ ബിസിനസ് വളർച്ച കിട്ടുന്നു. എല്ലാം വിദേശത്തുള്ള ആൾക്കാർക്കാണ് നടക്കുന്നത്. അവർക്ക് ഇവിടെ വരാൻ പോലും സാധിക്കുന്നില്ല. പക്ഷേ എന്നിട്ടും അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ മായ പോലെ നടക്കുമ്പോൾ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം ഭയങ്കര ഫാസ്റ്റായിട്ട് വളരാണ്. കാര്യങ്ങൾ നടന്നാൽ പിന്നെ വേറെ ഒന്നുമില്ല അവിടെ. അതിനു വേണ്ടിയിട്ട് എല്ലാവരും വരുന്നത്. എൻ്റെ സ്വാമി ഇത് നടത്തി കൊടുക്കുമ്പോൾ എനിക്ക് ബിസിനസ്സിൽ അഭിവൃദ്ധി, എൻ്റെ ഫാമിലിയിലുള്ള വിജയങ്ങൾ, എനിക്കുള്ള അംഗീകാരങ്ങൾ, ഭക്തരുടെ കാര്യങ്ങൾ, നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ സ്വാമി ചെയ്തു കൊടുക്കുമ്പോട്ടല്ലോ നമ്മൾ ഭയങ്കര ആവേശത്തിലാണ്. എന്തു കാര്യം അത് കാരണം സ്വാമിയുടെ അവിടെ നിന്ന് കിട്ടുന്ന പൈസയെ മാക്സിമം എല്ലാ ആൾക്കാരിലേക്കും ചാരിറ്റി പ്രവർത്തനത്തിലൂടെ കൊടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്നുവെച്ചാൽ സ്വാമി എനിക്ക് അനുഗ്രഹിച്ചു തരുന്ന ഈ പൈസ എൻ്റെ സ്വന്തം കാര്യത്തിന്, എൻ്റെ ഇതായിട്ടുള്ള കാറോ ബംഗ്ലാവോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ഞാൻ മറ്റുള്ളവരിലേക്ക് സഹായമായി ചെയ്യുന്നത് അതൊരു ബ്ലെസ്സിങ്ങാ. അതെനിക്കും എൻ്റെ കുടുംബത്തിനും ഒരേ മൈൻഡ് സെറ്റ് അതിനെക്കുറിച്ച്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാണ്. അത് ബിസിനസ് വളർച്ചയാവട്ടെ, ഇവിടെ വരുന്ന ഭക്തരുടെ കാര്യങ്ങളാവട്ടെ, സ്വാമി അനുഗ്രഹിച്ചാലേ ഇത് രണ്ടും നടക്കുള്ളൂ. അപ്പോൾ അതിന് സ്വാമിക്ക് ഒരുപാട് നന്ദി. ഒരുപാട് ഭക്തരുടെ കാര്യങ്ങൾ സ്വാമി നടത്തി കൊടുക്കണേ എന്ന് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സ്വാമിയുടെ മായയാണ്. എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ, എല്ലാവരും വിജയിക്കട്ടെ.